സങ്കടപണ്ണിന്റെ മോനെ. ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സ്നേഹ പ്രണയ ദിനാണ്. അല്ല ഇത് ഉച്ചക്കേ കാണിച്ചിരുന്നു, പക്ഷെ ഇത് എടുത്ത് തരാനൊരു സമയം കിട്ടില്ല, അതാണ്. അപ്പൊ ഇത് കണ്ടാൽ ആരെങ്കിലും വേണ്ടെടുക്കോ. അപ്പൊ ഇന്ന് പ്രണയ ദിനാണ്. അപ്പൊ ആദ്യം തന്നെ അമ്മക്കൊന്ന് കൊടുക്കട്ടെ. ആയിക്കോട്ടെ, അമ്മക്കൊട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ. ഐ ലവ് യു. ഈ എനിക്ക് ഇത് തന്നല്ല, അപ്പൊ എനക്കിതാ. എന്താ വിജുവേട്ടാ അങ്ങനെയൊന്നുമില്ല. എന്താ വിജുവേട്ടാ നിങ്ങൾക്ക് ഞാൻ തരണ്ടേ? അല്ല, എനിക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ, അപ്പൊ തന്നു. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു തരണ്ടേ? അല്ല, ഇതന്നെ തരുന്നത്. അല്ല, ഈ പ്രണയ ദിനത്തില് അങ്ങനെയല്ല. നമ്മള് പരിചയപ്പെട്ട മുതല് എല്ലാ വാലന്റൈൻസ് ഡേക്കും എന്തെങ്കിലും ഐറ്റം നമ്മള് കൊടുക്കലുണ്ട്. എല്ലാ വാലന്റൈൻസ് ഡേക്കും ഇതന്നെ കൊടുക്കല്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ തെറ്റിച്ചിട്ടില്ല. ഡയറി മിൽക്കിന്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പൂ കിട്ടിയില്ല, പൂ തരാം, കുറച്ച് കഴിഞ്ഞിട്ട് തരാട്ടോ. ഇന്ന് വാലന്റൈൻസ് ഡേ എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. അതിനാണ് ഇത്രയും സമയം പറയാണ്ടെന്നിട്ട് ഇവള് കുട്ടീനൊപ്പം കുറച്ച് സമയം ഉറങ്ങിപ്പോയേ. അപ്പൊ ഞാൻ വിളിക്കേണ്ട വെച്ച് കാത്തിക്കലേനു. അപ്പൊ വേഗം പോയി മാറ്റിയിട്ടുമ്പോ നമുക്ക് വിടാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ്. ഭയങ്കര പ്രതീക്ഷയൊന്നും വേണ്ട, ഭയങ്കര സംഭവം. നീ ഒരു ദിവസം എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരു ദിവസം പറഞ്ഞറിയാണ്ട് അന്നേ ഞാൻ നോക്കി വെച്ചിന്. അപ്പോൾ നീ അവിടെ കൊണ്ട് പോയാൽ ഹാപ്പിയാവും. ഒരു സാധനമാണ്, സംഭവമാണ്. അതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കണ്ട, നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. കുറച്ച് ഓടാനുണ്ട്, പക്ഷെ ഞാനവിടെ കൊണ്ടുപോകും. അത് അടി ഉണ്ടെങ്കിൽ ദൈവമേ ഇന്ന് ഉണ്ടാണേ, അതാണ് എൻ്റെ പ്രാർത്ഥന. ഇല്ലെങ്കിൽ അതുവരെ പോയിട്ട് വെറുതെ ആണ്ട് വരും. പക്ഷെ എന്തായാലും നമുക്ക് പോകാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. മിഠായി എത്തോ? ഇത് മിഠായി അച്ഛമ്മ കൊടുത്തത്, ഇത് അമ്മ തീർച്ച തരുന്നുണ്ട്. ഓ, വലുതന്നെ വേണമല്ലോ. ഇത് രണ്ടാമത്തെ അല്ലേ മുത്തേ? ഞാനിപ്പം വരുന്നില്ല, നിങ്ങള് പോയിട്ട് വരക്കുന്നില്ല. ചെറുങ്ങനെ തുമ്പിക്കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് തുമ്പലാതെ ജലദോഷമുണ്ട്. ഓനെ വീട്ടിൽ വെച്ചിട്ട് എനക്കും ചെറുങ്ങനെ ഉണ്ട്. എനിക്ക് പിന്നെ എല്ലാരെ പോലെയല്ല, അതോളം പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തെ സാധനം ഇങ്ങോട്ട് എത്തിക്കാം എന്നാണ് പറയുന്നില്ല. ഒന്നുമില്ല, സംഭവമൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഓടി പറ്റിരാമേ. എന്നോട് ഞാൻ പറഞ്ഞു മാക്സി മതി കവിന്ന് പറഞ്ഞു, എന്നിട്ട് പോയിട്ട് മാറ്റിയിട്ടുണ്ട്. അയ്യോ, അത് എവിടെയെങ്കിലും കീന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ചുരിദാറെടുത്തത്. ഈ വലിയ പാൻറ്റല്ലോ ഇട്ടിട്ട് എന്ന് പരിപാടി നിന്റെ? വിഷൂട്ടന് മാറ്റിയില്ല, ഓന് വണ്ടിക്ക് എടുത്തിട്ടുണ്ട്. ആളെ കൂട്ടത്തിലാ പോന്നെങ്കിൽ പറഞ്ഞാ മതിയനപ്പാ. നമ്മളെ പാലത്തിന്റെ അടിയില് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഇങ്ങനെ പോക്കാന്ന് വെച്ചാൽ നമ്മള് അല്ല, ഇന്ന് നമ്മള് വാലന്റൈൻസ് ഡേ അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നലെ വിചാരിച്ചില്ലേ നമുക്ക് ഒന്ന് പുറത്തുള്ള മുന്നിന്റെ ദിവസമല്ലേ. അപ്പൊ അല്ല അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്ന് ഉച്ചക്ക് ഇങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു എടാ ഏടി പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് തലേന്നെ പ്ലാനാക്കി ഏടിയും പോകാൻ കഴിയില്ല. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് കഴിച്ചാൽ നാടെ ഒന്ന് പോയിട്ട് വരാമല്ലോ. അതൊരു വലിയ സംഭവം അല്ലെങ്കിൽ ചിലപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ അത് ഞാൻ വിചാരിച്ചു. അത് ഇന്നാളെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്ത് തന്നാലും ഇഷ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഉച്ചക്ക് ഇപ്പൊ ഒരു പൂവ് ഒന്നും മിഠായി തന്നിട്ട് പൂവില്ലായിട്ട് ഒരു പൂവ് എടുത്ത് തന്ന് എനിക്ക് ഇഷ്ടമായി. എനിക്ക് ആടെ സാധനത്തിന്റെ അല്ല വില, സ്നേഹത്തിനാണ് വില. അതെ, അങ്ങനെയാണ്. അതാ ദൂരത്തൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തായാലും ഇല്ലേ, നമ്മൾ പറ്റുമെങ്കിലേ നമ്മളെ വീട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലും ചെറിയൊരു എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒരു സ്ഥലം, എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ നമ്മളെ മരിഞ്ഞ് മക്കളെല്ലാം കൂട്ടി അവിടെ വെറുതെ അതിലോട്ട് നടക്കുക, സ്പെഷ്യൽ മറ്റ് നടക്കുക. അത് ഭയങ്കര ഇതാട്ടാ. മാസത്തിൽ അന്നേരം 4 പ്രാവശ്യം ഇങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പില്ലേ, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സംഭവം. എല്ലാവർക്കും ഒന്നും പറ്റൂല, ചിലപ്പോ എല്ലാം തിരക്കെല്ലായിട്ട് തിരക്കിലേക്ക്. എന്നാലും എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ സന്ധ്യക്കോ എല്ലാവരും ഒന്ന് നടക്കാം. അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്, ഭയങ്കര ബോണ്ടിങ് ആണ്, നല്ലൊരു ബന്ധം, ഭയങ്കര ഒരു ആഴായിരിക്കും. അപ്പൊ അതൊരു നല്ലൊരു സംഭവമാണ്. അപ്പോൾ പണ്ടൊന്നും ഞാൻ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് നടക്കേ ഇല്ല സത്യത്തില്. അപ്പൊ എനിക്ക് അറിയാൻ നടക്കൂല. എന്നാലും ഞാൻ ലീവാക്കി എങ്ങനെയും കയറ്റി ഇവിടെ കൂട്ടിയിട്ട് പോവും. അപ്പൊ അത് ഞാൻ ഇന്ന് ഇങ്ങനെ ഞാൻ വെച്ച് വെറുതെ ഒന്ന് വീട്ടിൽ അപ്പുറത്തൊന്നും കീഴിൽ വരാം. അതിലൊരു സന്തോഷം എല്ലാരും ചെയ്ത് കേട്ടാ. ഞാൻ പാർട്ടി ചെയ്യണം എന്നല്ല, ഞാൻ പറയാ. അത് അതെ കുട്ടിയൊക്കെ മനസ്സിലായി. കവി എത്തിയല്ലോ. ഇവിടത്തേക്കാണ് നമ്മൾ വന്നത്.
കുഴപ്പമില്ല. ഇവിടെ നമ്മൾ അന്ന് വീട്ടിൽ പോകുമ്പോ കർണാടക പോകുമ്പോ ഒരു സംഭവം ഇത് സാധനം കഴിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ആ രുചി എനിക്ക് ഇപ്പം പായില്ല. ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു പറയുന്നത് അതിലോട്ട് പോകുമ്പോ നമുക്ക് ആടുന്ന് കഴിക്കാം. അപ്പൊ ഇന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ കൂട്ടിട്ട് വന്നിട്ടാ ചില്ലിട്ട വരണീന്ന് കാണുന്നുണ്ട്. അപ്പൊ സ്ഥലം എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ വന്നു പറഞ്ഞാല് ഹായ്, നിങ്ങളെ ഇത് കഴിക്കാനായിട്ട് വന്നേ കുഞ്ഞുറോട്ടി ആ എന്നാ അത് അതിൻ്റെ അകത്ത് ഉള്ള ഏതെല്ലാം ഉള്ള എന്നാ വേണ്ടേ? ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ പാർട്സ് ഉണ്ട്, ബീഫ് ഉണ്ട്, എല്ല് കറി ഉണ്ട്. ആ എല്ലാം ഉണ്ട് കറി. ഏതാ വേണ്ടേ? മറ്റേ സാധനം അതന്നെ തന്നെ കുഴക്കട്ടാ മിക്സ് ആക്കി സർപ്രൈസ് ആയിട്ടില്ലേ? ഞെട്ടിയിട്ടില്ലേ? ഇതാ വിചാരിച്ചിട്ടില്ല, വേറെ എന്തുവാന്ന് വിചാരിച്ചില്ല കേട്ടാ. ഇത്രേ ഉള്ളു കേട്ടാ. മതിയാ? എന്നാ വാ. ഹായ്. ആ നമസ്കാരം. ഓ ആയിക്കോട്ടെ, സന്തോഷം. ആ ഇല്ല പോകുന്നില്ല, പേട്ടക്ക് പോകുന്നില്ല. ഇല്ലോട്ടാ ഇവിടെ വൃത്തിക്കായിട്ട് വന്നേ സത്യത്തില്. ഇവരുടെ പേരെന്നാ നിങ്ങളെ? ആ അതെ അതെ, ഇവരുടെ പേരെന്നാ? സാജിർക്ക. സാജിർക്കാൻ്റെ കേട്ടോ ഇത്. ഹായ്, ഇന്ന് പേരെന്നാ? എൻ്റെ പേര് അഹമ്മദ്. അഹമ്മദ്ക്ക. അഹമ്മദ്ഖാൻ്റെ കട? അഹമ്മദ്ഖാൻ്റെ കട കേട്ടോ. അപ്പോൾ ഇതാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നൊക്കെ ഇതിന് പറയാ? കുഞ്ഞിപ്പത്തിൽ മിക്സ്. കുഞ്ഞിപ്പത്തിൽ മിക്സ്. കുഞ്ഞിപ്പത്തില്, കുഞ്ഞറോട്ടി, കക്കറോട്ടി, വേറെന്താ? 3-4 പേര്. ആ 3-4 പേരിൽ അറിയപ്പെടുന്ന സാധനമാണ്. ഓ ഒന്ന് തന്നെയാണ് 3-4 പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? ഈ ഇനെന്തെല്ലാം പേരുണ്ടാറേ? കക്കറോട്ടി, കക്കറോട്ടി, കുഞ്ഞറോട്ടി, കുഞ്ഞിപ്പത്തില്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മളാടെ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു പത്തല് ഇല്ല, കുറവാണ്. ഈ ഭാഗത്ത് മാത്രമേ ഉള്ളത്. അറിയാ പത്തലല്ലേ? എങ്ങനെ ഇതാക്കുന്ന? അരിനെ കൊണ്ടാ? അരിനെ കൊണ്ട് തന്നെ കുഴക്കട്ടിയത്? കുഴക്കട്ടന്റെ ചെറുതായിട്ട് വരും. അതെ, കോയക്കട്ട നമ്മൾ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞെടുക്കാം. ഷേപ്പ് കൊടുക്കുന്നില്ല, ഇതുപോലത്തെ ഷേപ്പിലാക്കിയത്. അങ്ങനല്ലേ? ഐഡിയ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചു അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. ഞാനിവരെ ഒന്നും പറയാണ്ട് കൂട്ടിക്കൊണ്ടു. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഉണ്ടാവില്ല. ഇതാണ് സംഭവം. എന്ത് ചൂട്! എന്തോ എന്ത് ചൂടിത്! കവി നല്ലോണം തനിച്ചിട്ടാവും കഴിച്ചാൽ മതി. നല്ല ചോറുണ്ട്. പിന്നെ എന്തെല്ലോ കടിയുണ്ട് കേട്ടോ. ഇടാ ഇത് ഋഷിക്കൻ കേട്ടാ, എരിവില്ലാണ്ട് ചിക്കനും ഇതുമായിട്ട് എടുത്തിന് കേട്ടാ. ഇത് അൺഎക്സ്പെക്റ്റഡ് അല്ല, അങ്ങനെ ഇങ്ങനെ വന്നാലേ ലോക്ക് ഉണ്ടാവുന്നിട്ട് വന്നു. അപ്പൊ ഇന്നലെ നമ്മള് വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞാല് വയലിൻ സ്റ്റാൻഡ് ഇതാണ്. നേരെ ഇന്നാ കാണിക്കുന്ന കേട്ടോ. പിറ്റേ ദിവസം വൈകുന്നേരം കാണിക്കുന്നത്. ഇന്ന് നമുക്കൊരു ഇനാഗ്രേഷൻ പരിപാടി ഉണ്ട്. സ്ഥലത്തിന്റെ പേര് അഞ്ചരക്കണ്ടി തന്നെ, പാതിരിയാട്. അതെ, ഈ പറയട്ടാ, കൊട്ടൊന്നും ഓർമ്മ. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കിയോന്ന് ശിവരാത്രിന്റെ പരിപാടിയാണ്. ഋതുണ്ട്, അനൂട്ടിയുണ്ട്. ഇന്ന് ഒരു വലിയ ഡ്യൂട്ടി ഉണ്ട്. ഋഷിക്ക് ഉറങ്ങുന്നു. അപ്പോൾ അതാ ഇന്നത്തെ വലിയ ഡ്യൂട്ടി. കാര്യമില്ല, ഓനിങ്ങനെ ഇങ്ങനെ കളിക്കും, വേറെ പ്രശ്നമൊന്നും ആക്കൂല. പിന്നെ വിശക്കുമ്പോൾ എന്തൊക്കെ നമ്മള് തിന്നാൻ കൊടുക്കണമെന്നുള്ളൂ. ഓനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഋഷിക്ക് അങ്ങേക്ക് വരുന്നില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ 1 മണിക്കൂർ പരിപാടി. തണുപ്പ് പിടിച്ചിട്ട് ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഓനെ അങ്ങനെ കൂട്ടുന്നില്ല വെച്ചിട്ടാണ്. അപ്പൊ അനൂട്ടി പറഞ്ഞ് ഞാൻ നോക്കിക്കോളാ പറഞ്ഞ് ഓള് ഉറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വലിയ ഡ്യൂട്ടിയാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ വരും. 1.5 മണിക്കൂറൊക്കെ അതിനുള്ള ഭക്ഷണ കാര്യങ്ങളെല്ലാം സാമഗ്രിയെല്ലാം സ്റ്റോർ ചെയ്ത് നോക്കണം, എല്ലാം സെറ്റാക്കുക. ഇല്ല ഇവരെല്ലാരും കുഴപ്പമൊന്നുമില്ല. ഓനെ തിരിയൊന്നുമില്ല.
കൊണ്ടുവന്ന പ്രശ്നങ്ങളുടെ താഴെ കൊണ്ടുവന്നത്. അതെ. അപ്പൊ അമ്മയുണ്ട്. അമ്മ നേരത്തെ അമ്മ ഒരു 5:30 മണിക്ക് അങ്ങനെ അമ്മ മാറ്റിയിട്ടുണ്ടേ. ഇപ്പൊ സമയം 6:45. അപ്പൊ നമ്മള് 7:30 പരിപാടി. അപ്പൊ ഇവിടുന്നേരത്തേക്ക് 1/2 ഓടാനുണ്ട്. അമ്മ എനക്ക് ഒന്ന് നേരത്തെ ഇവിടെ നിക്കുന്നുണ്ടേ. എടാ ആയോടാന്ന് ചോദിച്ചു. ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, അറിയത്ത് അതാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞിട്ട് നിക്കുന്ന എനക്ക് ഒറ്റയ്ക്ക് പോകാൻ വിചാരിച്ചാല് കിരി നിക്കണോ, അതാണ് എന്റെ ഇത്. അമ്മ നല്ല വേസ്റ്റ് ചെയ്താ തിളങ്ങി കേട്ടോ. അമ്പലത്തിലല്ലേ അതുകൊണ്ട് വേസ്റ്റ് എടുത്ത്. എങ്ങനെയാ ഇനി നിന്ന് അപ്പാട് പോയിക്കോളണം. പിന്നെ ഒരു മിനിറ്റ് എനിക്കും അങ്ങനെയാണ്. ഇല്ല കുഴപ്പമില്ല, നിങ്ങള് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ, പിന്നെ കുഴപ്പമില്ല. തിരക്കിട്ട് വരണ്ട, അതാണ് പറഞ്ഞ തിരക്കിട്ട് വരണ്ട. ഋഷിട്ടൻ ഇതുവരെ ഞാൻ ഒറ്റക്കാക്കി പോയിട്ടില്ല. കൂട്ടി പോയാല് അനൂട്ടിയോ ചേച്ചിനെ ആരെങ്കിലും ഇങ്ങനെ പോയാൽ നോക്കാൻ വേണ്ടി കൂട്ടും. അതെ, കുഞ്ഞിനെ കൂട്ടാതെ നമ്മള് വേഗം പേര് വെച്ചിട്ട് അങ്ങനെ പോന്നെ കുഴപ്പമില്ല. ഓൻ നിക്കുവെല്ലാം ചെയ്യും. നിക്കലുണ്ട്, മയിലമ്മ നിക്കലുണ്ട്, ദൂരത്ത് അങ്ങനെ പ്രശ്നമില്ല. എന്തെങ്കിലും വിശക്കും ഇങ്ങനെ നേരം എന്താ തിന്നാൻ തിന്നാനും കുടിക്കാനും കൊടുത്ത് വയറിനരച്ചാൽ ഓൻ കളിച്ചോളൂ. കുഴപ്പമൊന്നുമില്ല അവനെ കൊണ്ട്. അലമ്പില്ല. അതെ, അതുകൊണ്ട് ആ ധൈര്യത്തിൽ പോന്നു. ഇപ്പൊ പാല് കൊടുത്തിട്ടാന്ന് പോന്ന്. അപ്പൊ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. വരുന്നില്ല. ബായ് കാറ്റ് പറഞ്ഞേക്ക്. പോയിട്ട് കഴിയുമ്പോ എന്തെങ്കിലും തിന്നുന്നുണ്ട് നമ്മളിൽ ഓർക്കുക. അനു പോയിട്ടോ കൊണ്ടുമാമേ ഇന്നലെ കൊണ്ടുവന്നാല. ഇന്നലെ വാലന്റൈൻസിന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? വാലന്റൈൻസ് ഡേക്ക് എന്തെല്ലോ സംഭവമാട്ടോ. ഇപ്രാവശ്യം വീഡിയോ എല്ലാം കണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേക്ക് മുന്നേ ചോക്ലേറ്റ് ഡേ, പല പല ഡേകൾ. ചോക്ലേറ്റ് ഡേ, വേറെന്തേലും ടോഡി ഡേ, പിന്നെ പിന്നെ വേറെ എന്തേനോ എന്തെല്ലോ ഉണ്ടേനോ കേട്ടോ. കിസ് ഡേ. ഓ അതെന്തേനോ ഞാൻ മറന്നു പോയിച്ചു. അതല്ലേ പേരോ? ചോക്ലേറ്റ് ഡേ. ഋതു സ്ലാബ് ഡേ അടിക്കുന്നയാ? നല്ല ഋതുവിന് കിട്ടിയ കൊണ്ട് അത് ഡേ ആക്കി. അപ്പൊ അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് ഇതൊന്നും ഇല്ലാത്ത നമ്മക്കെല്ലാം പണ്ട് ഇതൊന്നും ഇല്ല. അപ്പൊ നമ്മളെ കുമ്പം 1, കുമ്പൻ 2 അങ്ങനെയാണ് നമുക്ക്. ഒറ്റക്ക് ഒരു ബഹ, ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യം. എല്ലാവർക്കും വേണ്ടി കവി അങ്ങനെ പഠിച്ചു കൊണ്ടുവന്ന ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് പാടുന്നില്ല, വിജുവാട്ടനും കൂട്ടിട്ട് പാടാന്നാ വിചാരിക്കുന്നത്. വിജുവാട്ടൻ കൂടിയാൽ മാത്രമേ ഞാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പൊ പിന്നെ കവി ഏതാണ്? ശരി, നമുക്ക് രണ്ടാം കൂടി വന്നാൽ 2 വരി മൂളാം. പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ, എന്നെന്നും ചാർത്താം ഞാൻ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ടിലാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അതിന് ഓരോരുത്തരോടും നമ്മളെ ഫാമിലിന്റെ അടുത്ത് നന്ദി പറയുന്നു. അമ്മേ, മാമി, ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നത് നമ്മളെ ഇവിടെ വരാനുള്ള ആ ഒരു ഇത് എന്തായാലും നിങ്ങളെല്ലാരും സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നീ എന്റെ നമ്മള് വീട്ടിലെത്തിയേ. കവിനെ കണ്ടില്ല കേട്ടാ. ഇപ്പൊ പുള്ളി നോക്കുന്നുണ്ട്. ഇവിടെ ഇല്ല, പ്രശ്നമൊന്നുമില്ല. കവിനെ കണ്ടില്ല, നമുക്ക് നോക്കാലോ. കവി ഓർത്തു അമ്മമ്മയും വന്ന്. അമ്മമ്മയും അല്ല, വേറൊരാള് വരാണ്ടല്ലോ. കവി ഓർത്തു. കവി ഒന്ന് വാ, ചെറുങ്ങനെ മുന്നോട്ടോപ്പാ. എന്താ അങ്ങനെ വിളിക്കുന്നേ? എന്താ വരുന്നുണ്ട് അത് കേക്കേ വരുന്നുണ്ടേ. ഇല്ല, പാടൊന്നുമില്ല. അപ്പൊ നമുക്ക് പോവാ സങ്കടവണ്ണീന്റെ മോന്. ഇപ്പൊ കണ്ടുണ്ട്.
ഇനി ആരെടുക്കാൻ വരില്ല. എല്ലാരും കൈ കാണിച്ചേട്ടെ നോക്കട്ടെ. ബാടാ നമുക്ക് പോകാലേ. അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടാ. നല്ല സ്വീകരണേനു. സ്നേഹനും കുട്ടികളെല്ലാം ചോദിച്ചു, അനുമോദനെല്ലാം തന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായി നമ്മളെ കുടുംബാംഗങ്ങളായിട്ട്, കുറേ പേര്. എല്ലാവരും പേര് ഫോട്ടോ എടുത്ത് കുറേ. അങ്ങനെ നമുക്ക് സന്തോഷമുണ്ട്. കൊമ്പില്ല, വേറെ കൊമ്പുണ്ട്. ഒരു കൊമ്പിൽ കവിയെ അനങ്ങാൻ പറ്റില്ല എനിക്ക്. അപ്പൊ പുതിയ വിശേഷം നാളെ വരെ. അതെല്ലാവർക്കും ബായ്. വീഡിയോയിൽ എടുത്തിനേട്ടാ. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കണം, ഇങ്ങനെ ഓടിക്കണം, ഇങ്ങനെ ഓടിക്കണം. പൊത്തറ